നമസ്കാരം. വയനാട് ചൂരമലയിൽ രക്ഷാപ്രവർത്തനം അതിസാഹസികമായി നടക്കുകയാണ്. ഒരു വീടിൻ്റെ രണ്ടാം നിലയിൽ അഭയം തേടിയ നിരവധി പേരെ, സ്ത്രീകളും പെൺകുട്ടികളും കൈക്കുഞ്ഞുങ്ങളും അടക്കം നിരവധി പേരെ അതിസാഹസികമായി NDRF സംഘവും ഫയർഫോഴ്സ് സംഘവും ചേർന്ന് രക്ഷപ്പെടുത്തി. അവർക്കെല്ലാം തന്നെ പരിക്കുണ്ട്. പാറക്കെട്ടുകളും മറ്റും പാറക്കല്ലുകളും മറ്റും തലയിലേക്കും വീണ് ഒക്കെ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ലഭിക്കുന്ന വിവരം. റവന്യൂ മന്ത്രി കെ രാജൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. സാധ്യമായതെല്ലാം ചെയ്യും, എന്ത് വില കൊടുത്തും മനുഷ്യജീവൻ രക്ഷപ്പെടുത്താനുള്ള എല്ലാവിധ നടപടികളും സർക്കാർ ചെയ്യും. അതിനുവേണ്ടി സൈന്യത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഹെലികോപ്റ്റർ, 2 ഹെലികോപ്റ്ററുകൾ സുരൂരിൽ നിന്ന് പ്രദേശത്തേക്ക് എത്തും. എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കിക്കൊണ്ടാണ് ഈ ഹെലികോപ്റ്ററുകൾ എത്തുക. പരമാവധി പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനു മുൻപ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു IAS അദ്ദേഹവും പ്രതികരിച്ചിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതാണ്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ആ പ്രദേശത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നത് അത്യന്തം ഗുരുതരമായൊരു വിഷയമാണ്. അങ്ങോട്ടേക്ക് എത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ഇവർക്ക് എന്നുള്ള ചോദ്യം കുറേ നേരമായി ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിന് ഉള്ള മറുപടി എന്ന് പറഞ്ഞാൽ റോഡുകളില്ല, പാലങ്ങളില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല രക്ഷാപ്രവർത്തകർക്ക്. അതുകൊണ്ട് വേണ്ട നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും. കോയമ്പത്തൂരിലെ സുലൂരിൽ നിന്ന് സൈനിക സംഘം എത്തും. അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘം തൃശ്ശൂരിന് വടക്കോട്ടുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലെയും ഫയർഫോഴ്സ് സംഘവും അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കുടുങ്ങിക്കിടന്ന നിരവധി പേരെ അതിസാഹസികമായിട്ട് രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മരണസംഖ്യ ഉയരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 7 പേർ മരിച്ചതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിരവധി പേർ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നു. പലരെയും കാണാനില്ല. പലരും എവിടെ പോയി എന്ന് കൃത്യമായി അറിയില്ല. വീടുകൾ നിലനിന്നിരുന്ന സ്ഥലം ഇപ്പോൾ ശൂന്യമാണ്. കെട്ടിടങ്ങളിൽ ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട്, ഏതൊക്കെ പ്രദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ട്, ഏതാണ്ട് 400-ലധികം കുടുംബങ്ങൾ. അതിനിടയിൽ ഒരു നേപ്പാളി സ്വദേശിയെ കൂടി കാണാനില്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നേപ്പാൾ മേഖലയിൽ നിന്ന് ജോലിക്കായി എത്തിയ വ്യക്തിയാണ് അദ്ദേഹത്തെയും കാണാനില്ല എന്ന് ചില പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇതിപ്പോൾ പ്രദേശവാസികൾ നൽകുന്നതും വിവിധ ദൃശ്യമാധ്യമങ്ങൾ നൽകുന്ന വിവരമാണ് മറുനാടൻ TV കൃത്യമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്ന് എല്ലാവരും തന്നെ പറയുന്നു. അതുപോലെ തന്നെ സിദ്ദിഖ് MLA അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നിലവിളി ശബ്ദങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് നിരവധി പേർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടതടവില്ലാതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എവിടെ നിന്ന് വിളിക്കുന്നു, കൃത്യമായി ശബ്ദം കേൾക്കാൻ സാധിക്കുന്നില്ല, അത് ശബ്ദത്തിൽ കൃത്യതയില്ല, അതുകൊണ്ട് എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് സിദ്ദിഖ് MLA ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സർവ്വസജ്ജമായി കഴിഞ്ഞു. അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിനും ഉദ്യോഗസ്ഥർക്കുമൊക്കെ നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. വളരെയധികം ദുഃഖകരമായ, വേദനാജനകമായ, ഭീതിജനകമായ ഒരവസ്ഥയാണ് ചൂരൽമല പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. വയനാട് കേഴുകയാണ്. ജീവനായി കേഴുന്നവരുണ്ടാകാം, മണ്ണിനടിയിൽപ്പെട്ടവരുണ്ടാകാം, ചെളിക്കൂനകൾക്കടിയിലും വെള്ളത്തിനടിയിലും പെട്ടവരുണ്ടാകാം, പുഴയിൽ ഒലിച്ചു പോയവരുണ്ടാകാം. അങ്ങനെ എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയിൽ, ഒരു ദുരവസ്ഥയിൽ കൂടിയാണ്, ദുഃഖകരമായ അവസ്ഥയിൽ കൂടി ചൂരൽമല പ്രദേശം കടന്നു പോകുന്നു. ഇത് സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്തം നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ നാടിനെ തേടിയെത്തിയിരിക്കുന്നു. ഇവിടെ കുന്നുകളും മലകളും ഇടിച്ച് കെട്ടിടങ്ങളും റിസോർട്ടുകളും പണിയുന്നു. ഒരു റിസോർട്ട് അടക്കം ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ആ റിസോർട്ടിൽ എത്ര താമസക്കാർ ഉണ്ടായിരുന്നു എന്നോ, അതിഥികൾ ഉണ്ടായിരുന്നോ എന്ന കാര്യമോ, എത്ര ജീവനക്കാർ ഉണ്ടായിരുന്നു എന്ന കാര്യമോ വ്യക്തമല്ല. ഇപ്പോൾ ആ റിസോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമായിരിക്കും. എന്തൊക്കെയായാലും വയനാട് ഭീതിയിൽ തന്നെയാണ്. കാരണം വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഒരവസ്ഥ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഈ രക്ഷപ്പെട്ട് വിവിധ വീടുകളുടെയും അതുപോലെ കെട്ടിടങ്ങളുടെയും ഒക്കെ മുകളിൽ നിൽക്കുന്നവരും ഭീതിയിലാണ്. കാരണം വീണ്ടും ഒരു ഉരുൾപൊട്ടലോ മറ്റ് സംഭവങ്ങളോ മണ്ണിടിച്ചിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കെട്ടിടമടക്കം തകർന്നു വീഴാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന ഒരു ഭയത്തിലാണ് നാട്ടുകാർ. വയനാട്ടിലെ വൻ ദുരന്തം, മഹാദുരന്തം, നിരവധി മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽ വെള്ളത്തിലൂടെ ഒലിച്ചുപോയവർ, സമാനതകളില്ലാത്ത ദുഃഖത്തിൻ്റെ ആ നിഴൽ ആണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിക്കും 4 മണിക്കും ഇടയിൽ 2 ഉരുൾപൊട്ടലുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നറിയില്ല. അതിനുള്ള സാധ്യതകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.